പാഠഭാഗത്തിലേക്ക് കടക്കാം. എന്താ പുതിയൊരു ഭാഗം? എന്താണ്? 2 ടാക്സിക്കാർ. കണ്ടോ? 2 ടാക്സിക്കാർ. എന്താ തോന്നുന്നു കേട്ടിട്ട്? 2 ടാക്സിക്കാർ. അതായത് എങ്ങനെ വായിക്കാം? ഒരർത്ഥമാണെങ്കിൽ എങ്ങനെ നോക്കാം? 2 ടാക്സിക്കാർ. നമ്മളുടെ 2 ടാക്സി ഓടിക്കുന്ന കാറിനെ പറ്റിയാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു അർത്ഥം എങ്ങനെ കൊടുക്കാം? 2 ടാക്സിക്കാർ. നമ്മൾ ടാക്സിക്കാർ എന്ന് പറഞ്ഞാൽ ജീപ്പുകാർ, ബസ്സുകാർ എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ 2 ടാക്സിക്കാർ, 2 വ്യക്തികളെ നമുക്ക് ഉദ്ദേശിച്ച് പറഞ്ഞൂടെ? ഇല്ലേ? അങ്ങനെയുള്ള 2 പേരുടെ ഒരു കഥയാണ്. ഒരു എന്താ പറയുക, ഒരു ജീവിതാനുഭവമാണ് നമ്മളുടെ ഈ 2 ടാക്സിക്കാർ എന്നുള്ള പാഠഭാഗം. അപ്പോൾ ആ പാഠഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എന്താണ്? നമ്മുടെ നിത്യ ചൈതന്യ യതിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആരാണ്? നിത്യ ചൈതന്യ യതി. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം? നിത്യ ചൈതന്യ യതിയെ പറ്റി ഗുരു നിത്യ ചൈതന്യ യതി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണം എന്ന വാതിലിനപ്പുറം എന്നതാണ് അതിൽ നിന്നും എടുത്തതാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം. എന്താണ്? മരണം എന്ന വാതിലിനപ്പുറം. മരണം എന്ന വാതിലിനപ്പുറം. അദ്ദേഹത്തിന്റെ മരണം എന്ന വാതിലിനപ്പുറം എന്നുള്ള പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള 2 ടാക്സിക്കാർ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു നിത്യ ചൈതന്യ യതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഏതൊരു പാഠഭാഗം തുടങ്ങാനാണെങ്കിലും അതിൻ്റെ ഓതറെ പറ്റി, അതിൻ്റെ എഴുത്തുകാരനെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അല്ലേ? അപ്പോൾ നമ്മുടെ ഗുരു നിത്യ ചൈതന്യ യതി അദ്ദേഹം എപ്പോഴാണ്? ഒരു 1957, നമ്മുടെ ഈ ഒരു പാഠഭാഗം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? 1957-58 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ബോംബെയിലായിരുന്നു, നമ്മുടെ നിത്യ ചൈതന്യ യതി. അപ്പോൾ ആ ബോംബെയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഈ 2 ടാക്സിക്കാർ എന്നുള്ള ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ 2 ടാക്സിക്കാർ. അപ്പോൾ എന്താണ്? 1957-58 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ ഗുരു നിത്യ ചൈതന്യ യതി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ജീവിതാനുഭവമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിത്യ ചൈതന്യ യതിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണ്? 1923 അദ്ദേഹം ജനിച്ചത്. 23 നവംബർ 2 കേട്ടോ. നവംബർ 2 അദ്ദേഹം നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. മുറിഞ്ഞകല്ല്, പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞകല്ല് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് അറിയാമോ? ജയചന്ദ്രൻ എന്നായിരുന്നു. ജയചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. പിന്നീട് എന്താണ്? അദ്ദേഹം പഠിത്ത കാര്യത്തിലൊക്കെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പഠിക്കുന്ന കാര്യത്തിനേക്കാൾ, അങ്ങനെ പോകുന്നതിനേക്കാൾ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമായിട്ടുള്ള എന്തായിരുന്നു അറിയാമോ? ഈ സന്യാസത്തിനോടുള്ളായിരുന്നു അദ്ദേഹത്തിന് കൂടുതലായിട്ട് താല്പര്യം വന്നത്. കൂടുതലും സന്യാസത്തിനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം വന്നത്. അപ്പോഴെന്താണ്? അദ്ദേഹം ആ ഒരു പഠന കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം സന്യാസ ദീക്ഷ സ്വീകരിച്ചു. ആ സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സന്യാസ ദീക്ഷ എന്ന് പറയുന്നത്. അതിനുശേഷം അതിലേക്ക് അദ്ദേഹം മാറി. പിന്നീട് എന്താണ്? അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ മെട്രിക്കുലേഷൻ ആ സമയത്ത് അദ്ദേഹം 1923, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോഴെന്താണ്? അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ മെട്രിക്കുലേഷന് ശേഷം അദ്ദേഹം എന്തെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. എല്ലായിടത്തും അദ്ദേഹം സഞ്ചരിച്ചു. എന്താണ് എല്ലാം നമ്മുടെ രാജ്യം മൊത്തം കാണാനും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എപ്രകാരമാണ് എന്ന് അറിയാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ഭാരതം മുഴുവനും സഞ്ചരിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പിന്നെന്താണ്? അങ്ങനെ സഞ്ചരിച്ചപ്പോഴെന്താണ്? ഇന്ത്യയിൽ മാത്രമല്ല അദ്ദേഹം സഞ്ചരിച്ചത്. അദ്ദേഹം പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അങ്ങനെ ഒരുപാട് നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളും കൂടി അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഒരുപാട് വ്യക്തികളെ പരിചയപ്പെട്ടു, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകളെ അദ്ദേഹം പരിചയപ്പെട്ടു.
പിന്നെന്താണ് അവരവരുടെ ഓരോ വ്യക്തികളുടെയും ജീവിത സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെന്താണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകളെ കണ്ട്, ഒരുപാട് വ്യക്തികളെയൊക്കെ കണ്ട് പരിചയപ്പെടുമ്പോഴും, ഒരുപാട് നാടുകൾ നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ എന്താണ് പറയുന്നത്, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ചുറ്റുപാടിൽ നിന്ന് പഠിക്കുക എന്ന് പറയത്തില്ലേ, നമ്മുടെ ചുറ്റുപാട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുക, അങ്ങനെ പഠിച്ചെടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോഴെന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്ഥലങ്ങൾ സന്ദർശിച്ച് ഒരുപാട് വ്യക്തികളെയൊക്കെ കണ്ട് അതിൽ നിന്നും അദ്ദേഹത്തിന് എന്താണ് ആ ഒരു ജനങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം അറിയാനും അങ്ങനെ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായി. പിന്നെന്താണ് അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ പിന്തുടർച്ച അവകാശിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിന് മുമ്പായിട്ട് 1951 കാലഘട്ടത്തിൽ 1951 നടരാജഗുരു ഉണ്ടല്ലോ, നടരാജഗുരുവിനെ ആത്മീയ ഗുരുവായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. എന്നാണ് 1951 നടരാജഗുരുവിനെ 1951 നടരാജഗുരുവിനെ അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരുവായിട്ട് സ്വീകരിച്ചു, നടരാജഗുരുവിനെ സ്വീകരിച്ചു. പിന്നെന്താണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത് രമണ മഹർഷിയിൽ നിന്നാണ് കേട്ടോ, രമണ മഹർഷിയിൽ നിന്നാണ് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിക്കുന്നത്. പിന്നെന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീയ ദർശനം, ജീവിത ദർശനം, സാഹിത്യ ദർശനം എല്ലാം തന്നെ വളരെ മികച്ച ഗ്രന്ഥങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മികച്ച ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്. ഏതൊക്കെയാണ്? ആത്മീയ ദർശനത്തെ പറ്റിയാണെങ്കിലും, ജീവിത ദർശനത്തെ പറ്റിയാണെങ്കിലും, പിന്നെന്താണ് സാഹിത്യ ദർശനങ്ങളും എല്ലാം നല്ല നല്ല ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. പിന്നെന്താണ് അദ്ദേഹം 200ഓളം പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത് എല്ലാ ടോപ്പിക്കിനെ സംബന്ധിച്ച്, എല്ലാ വിഷയങ്ങളെയും പറ്റി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ വിഷയങ്ങളെ പറ്റിയുള്ള അത് നമുക്കത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. നമുക്ക് വേറെയും സഞ്ചരിച്ച് എഴുതുന്ന ആൾക്കാർ, വേറെ ഒരുപാട് ടോപ്പിക്കിനെ പറ്റി എഴുതുന്ന വ്യക്തികൾ നമ്മൾ പഠിച്ചതാണെങ്കിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ ഗുരു നിത്യചൈതന്യയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് എല്ലാം ഭൂമിയിലുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ് ഒരു സന്യാസി, നമ്മൾ ലോകത്തെ കാണുന്നതെന്ന് വെച്ചാൽ എന്താണ് ഒരു ആത്മീയമായിട്ടുള്ള ഒരു രീതിയിലല്ലേ ഒരു സന്യാസി കാണുന്നത്, നമ്മുടെ ലോകത്തെ കാണുന്നത്. ആ ഒരു രീതിയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു സന്യാസിയുടെ കാഴ്ചപ്പാടുകൾ എല്ലാവരും ആത്മീയമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നത്. പിന്നെന്താണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പറയുന്ന ഇതുണ്ടല്ലോ, ധനതത്വശാസ്ത്രം, നമ്മുടെ ഇക്കണോമിക്സ്, പിന്നീട് വിദ്യാഭ്യാസം, ആരോഗ്യരംഗം, സാഹിത്യം, സംഗീതം, അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലും അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. എല്ലാത്തിനെ പറ്റിയും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെന്താണ് അപ്പോൾ ജീവിതവുമായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ജീവിതവുമായിട്ട് എല്ലാത്തിനും നല്ലൊരു മൂല്യം അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു വലിയ മൂല്യമാണ്. ഇപ്പോഴും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും നല്ലൊരു മൂല്യമാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയാണ് നടരാജഗുരു. നടരാജഗുരുവിൻ്റെ ആണല്ലോ അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ച അവകാശമായിരുന്നു നടരാജഗുരുവായിരുന്നു. ആ നടരാജഗുരുവിന് ശേഷം നിയോഗിക്കപ്പെട്ടതാണ് ആരെയാണ്? നമ്മുടെ നിത്യചൈതന്യയെ. പിന്നെന്താണ് പിന്നെ നമുക്ക് ശ്രീനാരായണീയ ദർശനങ്ങൾ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനായിരുന്നു ആരാണ്? നിത്യചൈതന്യയെ. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിൻ്റെ എന്താണ് ആ ദർശനങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുകുലം എന്നുള്ള ഒരു നമ്മുടെ വർക്കല സ്ഥാപിച്ചിരിക്കുന്ന ഗുരുകുലത്തിൽ അതിൻ്റെ സ്ഥാപകനായിരുന്നു നിത്യചൈതന്യയെ. അപ്പോൾ ശ്രീനാരായണ ദർശനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം ശ്രീനാരായണ മൂല്യങ്ങളെ കൃതികളിലൂടെ പ്രതിപാദിച്ചിരുന്നു. ശ്രീനാരായണ മൂല്യങ്ങളുടെ ദർശനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് കൃതികളിലൂടെ അദ്ദേഹം പ്രതിപാദിച്ചിരുന്നു. പിന്നെ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നിത്യചൈതന്യ രീതിയിലുള്ള ഒരു വായിക്കുകയൊക്കെ ചെയ്യുന്ന
പോലെ ആയിരിക്കണം, ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്നത് പോലെ ആയിരിക്കണം നമ്മളൊരു പുസ്തകം വായിക്കേണ്ടത്. എന്താണെന്ന് മനസ്സിലായോ ഇതിൻ്റെ അർത്ഥം? നമ്മളുടെ മനസ്സിൽ നമ്മൾ ചുമ്മാ ഒരു ബുക്കെടുത്ത് ഇങ്ങനെ വായിച്ച് കളയുകയല്ല ചെയ്യുന്നത്. എന്താണ്? ഹൃദയം കൊണ്ട് ആ വായിക്കുന്നത്, അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നേരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കണം. അപ്പോൾ നമ്മളുടെ ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ വായിക്കണം എന്താണെന്നുള്ളത്. അപ്പോഴെങ്ങനെയാണ് ഒരു ബുക്കിലെ ഹൃദയത്തെ തൊടുന്നത് പോലെ വായിക്കണം, ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്നത് പോലെ. എന്നാൽ മാത്രമേ ആ കഥാകൃത്ത് എന്താണ് ആ ഒരു പാഠഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി? ഹൃദയം കൊണ്ട് ഹൃദയത്തെ തട്ടി വായിക്കണം. പിന്നെന്താണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, മരണം എന്ന വാദത്തിനപ്പുറത്ത് നിന്നുള്ള ഭാഗമാണ് 2 ടാക്സിക്കാർ. പിന്നെ മുള്ളിനെയും പൂവിനെയും ഒരുപോലെ കാണുന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിലുള്ളത്. മുള്ളിനെയും പൂവിനെയും കുറിച്ച് നമ്മളിപ്പം ഒരു പൂവിനെയും മുള്ളിനെയും ഒരുപോലെയാണ് നമ്മൾ കാണുന്നത്. ആണോ? അല്ല. പൂവാണെങ്കിൽ നല്ല സോഫ്റ്റ് ബുദ്ധമായിട്ടുള്ള മുള്ളാണെങ്കിൽ കൈകൊണ്ട് അല്ലേ? അപ്പോഴെന്താണ് ഇതിനെ രണ്ടിനെയും ഒരുപോലെ ഒരേ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാണണം. അതാണ് ഹൃദയം കൊണ്ട് ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിൽ വായിക്കണം. അതെല്ലാം അദ്ദേഹത്തിന് നമുക്ക് പകർന്നു തരുന്ന അറിവുകളാണ്. അപ്പോൾ നമുക്ക് ഒരു പാഠഭാഗത്തിലേക്ക് കടക്കാം. മനസ്സിലായതുകൊണ്ട് നമ്മളുടെ നിത്യ ചൈതന്യ എഴുതി ആരാണെന്ന് മനസ്സിലായോ? ആരാണ്? ഒരു സന്യാസി വര്യനായിരുന്നു അദ്ദേഹം. നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം പത്തനംതിട്ടയിലാണ് ജനിച്ചത്. 1923 നവംബർ 2-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഹൈസ്കൂൾ മെട്രിക്കുലേഷന് ശേഷം എന്ത് ചെയ്തു? ഭാരതം ചുറ്റിക്കാണാൻ വേണ്ടി പോയി. എല്ലാവരും ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി. ചുറ്റിക്കാണുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടു. അതിൽ നിന്ന് ജീവിതം എന്താണെന്നും ജീവിത സാഹചര്യങ്ങളും എല്ലാം അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് അദ്ദേഹം ചെയ്തു ആ ഭാരതം മൊത്തം പര്യടനം നടത്തിയ സമയത്ത് അദ്ദേഹം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോയി ഒരുപാട് വ്യക്തികളെ കണ്ടു, ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ കണ്ടു. അതനുസരിച്ച് അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നടരാജഗുരുവിൻ്റെ സന്യാസി ദീക്ഷയാണ് സ്വീകരിച്ചത്. നടരാജഗുരു എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയാണ് നടരാജഗുരു. അതിനുശേഷം ഇത് ചെയ്തു അദ്ദേഹം ശ്രീനാരായണ ദർശനങ്ങളെ പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആശയങ്ങൾ നമുക്ക് എന്താണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വേറെ ഒന്നും നോക്കണ്ടോ, ഹൃദയം കൊണ്ട് ഹൃദയത്തെ വായിച്ചറിയണം. അതിനേക്കാൾ നല്ലൊരു പോയിന്റ് വേറെ ഇല്ലല്ലോ. നമ്മൾ എഴുതിയിരിക്കുന്നത് ഒരാളുടെ എഴുത്ത് ഒരു ബുക്കാണെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വായിക്കണം, ഹൃദയത്തോട് ചേർന്ന് വായിക്കണം. എന്നാൽ മാത്രമേ ആ എഴുതിയിരിക്കുന്ന ആൾ എന്ത് ആശയത്തിലാണോ അത് എഴുതിയത് അത് അതുപോലെ തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്, അതുപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് ഇരിക്കണം. ഓക്കെ, കഴിഞ്ഞ നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തല്ലോ. ആരും ചെക്ക് ചെയ്യാനൊന്നും അയച്ചു തരുന്നില്ല, എല്ലാവരും അയച്ചു തരണം. ഓക്കെ, നോക്കിക്കേ കുഞ്ഞുങ്ങളെ, 1957-58 കാലഘട്ടങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു. ഈ ഞാൻ എന്ന് പറയുന്ന ആരാണോ? നമ്മുടെ ഗുരു നിത്യചൈതന്യ എഴുതിയെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം എവിടെ ആയിരുന്നു? അദ്ദേഹം ബോംബെയിലായിരുന്നു. കണ്ണ് കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക, വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക, ശാരീരികവും മാനസികമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നത് നോക്കിക്കേ. അദ്ദേഹം എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. അദ്ദേഹം എന്താണ്? കണ്ണ് കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത കോളേജ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക. പിന്നെന്താണ്? അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക. അവരെന്ത് ചെയ്യണം? മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമല്ല അവർക്ക് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണ് കാണാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോഴെന്താണ്? അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക. പിന്നീട് എന്താണ്? വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക. എവിടെയെങ്കിലും ടൂർ പോകുമ്പോഴൊക്കെ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക. പിന്നെ ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും കോട്ടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കുറവുകളാണ് കോട്ടങ്ങൾ. ആ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക. ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് അദ്ദേഹം ചെയ്തിരുന്നത്. അതോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
PhD-ക്കായി ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം അദ്ദേഹം വേറെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ആതുര സേവനം, അല്ലേ? അങ്ങനെ ആതുര സേവനം ചെയ്യുന്ന കൂട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസിൽ PhD-ക്കായി ഗവേഷണം നടത്തുന്നു. അപ്പോൾ അദ്ദേഹം ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തുന്നുണ്ട്. എവിടെയാണ്? ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസ്. അവിടെ അദ്ദേഹം PhD ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറി പോകുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ആ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയല്ല റിസർച്ച്, പഠിച്ചെടുക്കാണ് PhD എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ്? ദാദറിൽ നിന്നോ. ദാദർ എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ബോംബെയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ആ ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറി പോകുമായിരുന്നു. അപ്പം ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സ്ഥലങ്ങളിൽ നിന്നും ബസ് കയറി പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കൂടെയും കൂടും. ചില സമയത്തൊക്കെ എന്താണ്? വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കൂടെ, തൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ കൂടെയും അദ്ദേഹം കൂടാറുണ്ടായിരുന്നു. മനസ്സിലായോ? ആ ഒരു പാരഗ്രാഫ് സിമ്പിളാണ്. നമുക്ക് വായിച്ച് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതാണ് 1957, 58 കാലഘട്ടങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു. കണ്ണു കാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അവയെ തിയേറ്ററിൽ കൊണ്ടുപോവുക, വിനോദസഞ്ചാരത്തിൽ കൊണ്ടുപോവുക, ശാരീരികവും മാനസികമായ ഓട്ടങ്ങൾ തീർത്തു കൊടുക്കുക, അങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. അതോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് സോഷ്യൽ സയൻസിൽ PhD-ക്കായി ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറി പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെയും കൂടെ കൂട്ടും. ചില സമയത്തൊക്കെ ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും. അങ്ങനെ പോകുന്ന സമയത്ത് കൂടെയുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള സുഹൃത്തുക്കളെയും കൂടെ കൂട്ടുമായിരുന്നു. അതിലൊരാളായിരുന്നു ദാമോദർ ഗാവുങ്കർ. എന്താണ്? ആ ഒരു സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആരാണ്? ദാമോദർ ഗാവുങ്കർ. ആ ഒരു സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരാളായിരുന്നു ദാമോദർ ഗാവുങ്കർ. പേര് കണ്ടോ വ്യത്യാസം വന്നത്? വ്യത്യാസം വരാൻ കാരണം എന്താണ്? ബോംബെയാണ് സ്ഥലം. അപ്പോഴവിടെയുള്ള ആ ബോംബെക്കാരുടെ പേരാണ് വന്നേക്കുന്നത്. ദാമോദർ എന്ന് വെച്ചാൽ നമുക്ക് ദാമോദർ എന്നുള്ള പേര് നമുക്ക് ഇവിടെ ഇല്ല, ദാമോദരൻ എന്നൊക്കെ ഉള്ളൂ. ദാമോദർ ഗാവുങ്കർ. നോക്കിക്കേ മക്കളെ, ദാമോദർ എൽഫിൻസ്റ്റൺ കോളേജിൽ ഫിലോസഫി MA-ക്ക് പഠിക്കുകയാണ്. എന്താണ്? ദാമോദർ എന്ത് ചെയ്യുന്നു? ആ കൂടെ കൂട്ടാറുള്ള സുഹൃത്തുക്കളിൽ ഒരാളാണ് ആര്? ദാമോദർ ഗാവുങ്കർ. ദാമോദർ എവിടെയാണ്? എൽഫിൻസ്റ്റൺ കോളേജിൽ ഫിലോസഫി MA-ക്ക് പഠിക്കുന്നു. അദ്ദേഹം ഫിലോസഫി MA-ക്ക് പഠിക്കുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ആള്. ദാമോദറിന് വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് എന്താണ്? വെസ്റ്റേൺ ഫിലോസഫിയാണ്. അദ്ദേഹം ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടിയിരുന്നു. പരീക്ഷ അടുത്ത സമയമായതുകൊണ്ട് എന്നെ വിട്ടുപിരിയാതെ കൂടിയിരിക്കുകയാണ്. അപ്പോഴെന്താണ്? കൂടെ നിൽക്കുന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. പരീക്ഷ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? കൂടുതൽ കാര്യങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ, അല്ലേ? നമുക്ക് എപ്പോഴും ഒരു അറിവുള്ള ആൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കൂടുതലായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. നമുക്ക് കൂടുതൽ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. നമ്മളെ പഠനത്തിൽ സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നോക്കിക്കാം നമ്മളെ. അപ്പോഴെന്താണ്? ആ വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടിയിരുന്നു. അപ്പം എന്താണ്? പരീക്ഷ അടുത്ത സമയത്തായതുകൊണ്ട് എന്നെ വിട്ടുപിരിയാതെ കൂടിയിരിക്കുകയാണ്. ദാമോദറിൻ്റെ അച്ഛനൊരു മില്ലുടമയാണ്. ദാമോദറിൻ്റെ അച്ഛൻ എന്താണ്? മില്ല്. ഒരുപക്ഷെ അത് എന്താണ്? തടിമില്ലാവാം, ഫ്ലോർ മില്ലാവാം, എന്താണ്? മില്ലുണ്ടായിരുന്നു. അപ്പോൾ ദാമോദറിൻ്റെ അച്ഛനൊരു മില്ലുടമയാണ്. അതുകൊണ്ട് കയ്യിൽ ധാരാളം പണമുണ്ട്. അതുകൊണ്ട് എന്താണ്? കയ്യിൽ ധാരാളം ഒരുപാട് പൈസയുണ്ട്. ഒരു ദിവസം ചെമ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദാമോദർ പറഞ്ഞു. അപ്പോഴെന്താണ്? ഒരു ദിവസം ചെമ്പൂരിലേക്ക് പോകാൻ പോവുകയാണ്. ചെമ്പൂരിലേക്ക് പോകുമെന്ന് പറഞ്ഞില്ലേ? എന്താണ്? PhD-ക്ക് ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ചെമ്പൂരിലേക്ക് പോകുന്നത്. അപ്പോഴെന്താണ്? ഒരു ദിവസം ചെമ്പൂരിലേക്ക് പോകാൻ നിന്നപ്പോൾ എന്ത് ചെയ്തു? ചെമ്പൂരിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദാമോദർ പറഞ്ഞു, ഇന്ന് നമുക്ക് ടാക്സിയിൽ പോകാം, ബസ് കാത്തു നിന്ന് സമയം കളയണ്ട.
അപ്പോഴെന്താണ് ആ സുഹൃത്ത് വന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് ടാക്സിയിൽ പോകാം, നമുക്ക് ബസ് കാത്തു നിന്ന് ഇന്ന് സമയം കളയണ്ട. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അച്ഛൻ എന്താണ് മില്ലുടമയാണ്, മില്ലിൻ്റെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. അപ്പോഴും നമുക്കിന്ന് ബസ്സിൽ പോകാമെന്ന് പറയുകയാണ്. ഇന്ന് നമുക്ക് ബസ്സിൽ പോകാമെന്നല്ല, ബസ്സിൽ പോകണ്ട, നമുക്ക് ടാക്സിയിൽ പോകാമെന്ന് പറയുകയാണ്. ഞാൻ സമ്മതിച്ചു. ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു. അങ്ങനെ എന്താണ് സന്തോഷമായി, ബസ്സിൽ കയറി ഇടിച്ച് നിന്നൊന്നും പോകണ്ടല്ലോ, ടാക്സി കിട്ടിയില്ലേ. അപ്പോൾ ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയാൽ 2 മണിക്കൂർ താമസമുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ ദാദറിലേക്ക് മടങ്ങണമെന്നാണ് തീരുമാനം. എന്താണ് ആ കാര്യം പറയാൻ എന്താണ് എനിക്ക് അദ്ദേഹത്തിന് ആദ്യം കണ്ട ടാക്സിയിൽ കൈ കാണിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയാൽ 2 മണിക്കൂർ താമസമുണ്ട്. അവിടെ 2 മണിക്കൂർ താമസമുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ ദാദറിലേക്ക് മടങ്ങണമെന്നാണ് തീരുമാനം. ടാക്സി ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോഴെന്താണ് സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാൽ തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഉള്ളവരോട്ടാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അത് ഓടിക്കുന്ന ആളാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകാറുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ടാക്സി ഡ്രൈവറെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചില്ല. സർദാർജി ആണെന്ന് മാത്രം മനസ്സിലായി. സർദാർജി എന്താണ്? സർദാർജി എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ സർദാർജിമാരെ കണ്ടിട്ടില്ലേ? നമ്മുടെ പഞ്ചാബികളുടെ ആ ഒരു വകുപ്പേ കണ്ടിട്ട് നമ്മൾ തലയിലൊക്കെ അവരൊരു ഷോള് കൊണ്ട് ചുറ്റി ഒരു പ്രത്യേക മോഡലിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, സർദാർജി. നോക്കിയപ്പോളെ ടാക്സി ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. സർദാർജി ആണെന്ന് മാത്രം മനസ്സിലായി. ഞങ്ങൾ 2 പേരും പിൻ സീറ്റിലായിരുന്നു. എന്താണ് ഞങ്ങൾ 2 പേരും എന്താണ് പൊതുവെ ടാക്സി കയറുമ്പോഴത്തേനും ഡ്രൈവറാണ് മുൻപിൽ ഇരിക്കുന്നത്. നമ്മൾ ടാക്സി കയറുന്ന ആളുകൾ പൊതുവെ പുറകിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ 2 പേരും പിൻ സീറ്റിലായിരുന്നു. എത്തേണ്ട സ്ഥലം ഏതാണെന്ന് അയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് എന്താണ് ഞങ്ങൾ എന്തെങ്കിലും കുറേ എടുത്തിട്ട് എവിടെയാണോ പോകേണ്ടുന്നത് ആ സ്ഥലത്തെ പറ്റി എവിടെയാണെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ട് ജർമ്മൻ തത്വചിന്തകനായ കാന്റിൻ്റെ നൈതിക തത്വങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. അപ്പോഴെന്താണ് എത്തേണ്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് വെച്ചാൽ നമ്മുടെ ടാക്സി ഡ്രൈവർക്ക് സർദാർജിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ജർമ്മൻ തത്വചിന്തകനായ കാന്റിൻ്റെ നൈതിക തത്വങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ആരാണ്? ജർമ്മൻ തത്വചിന്തകനാണ് കാന്റ്. അതിൻ്റെ നൈതിക തത്വങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കർമ്മം ഫലിച്ചില്ലെങ്കിലും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമാനീതനാണ് എന്ന ആശയം കാന്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഇവർ വണ്ടിയിൽ ഇരുന്ന് 2 പേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംസാരിക്കുന്ന ഇതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള കാന്റിൻ്റെ നൈതിക തത്വങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോഴെന്താണ് ആ കൂട്ടത്തിൽ എന്താണ് ഒരാളുടെ കർമ്മം ഫലിച്ചില്ലെങ്കിൽ, കർമ്മം എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ കർമ്മം എന്ന് പറയുന്നത്. ആ കർമ്മം ഫലിച്ചില്ലെങ്കിലും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം, നമ്മളെ ആ ജോലി ചെയ്യാൻ, നമ്മളെ ആ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമാനീയനാണ്. നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ശുദ്ധമായിട്ടുള്ള ഉദ്ദേശമാണ്. അങ്ങനെ ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമ്മാനീതനാണ്. അപ്പോൾ ഈശ്വര ദൃഷ്ടിയിൽ അവന് നല്ല വിലപ്പെട്ട ഒരാളാണ്. അങ്ങനെ അതാണ് ആരുടെ ആശയമാണിത് എന്ന കാന്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞു. അപ്പോഴെന്താണ് ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള കാന്റിൻ്റെ തത്വചിന്തയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോഴൊരു കാന്റ് പറയുന്നത് ഈശ്വര ദൃഷ്ടിയിൽ സമ്മാനീയനാണ് എന്ന ആശയം കാന്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞു. പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. എന്താണ് പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല? നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒരു പറയുമ്പോൾ നമ്മൾ ഉപന്യാസം എഴുതുമ്പോഴാണെങ്കിൽ തന്നെ കോട്ട്സുകളില്ലേ, ഒരാളുടെ കൊട്ടേഷൻസ്, അത് എപ്പോഴും കൃത്യമായിരിക്കണം. നമ്മൾ ഒരു ഇയർ എഴുതുന്ന പോലെ തന്നെ ഒരു കോട്ട്സ് എഴുതുമ്പോഴെന്താണ് അത് വളരെ കൃത്യമായിട്ടുള്ളൊരു അതിനകത്ത് ഒരു തെറ്റ് വന്നൂടാ. അപ്പോൾ ആ കോട്ട്സുകൾ വരുന്നത് ഒരിക്കലും അതിനകത്ത് മിസ്റ്റേക്ക് വന്നൂടാ, കറക്റ്റ് ആയിരിക്കണം. അപ്പോഴെന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? എന്ന ആശയം കാന്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ച് പറഞ്ഞു, ഞാൻ ഓർത്തോർത്ത് പറയുകയാണ്. അപ്പോൾ
പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ആ പുസ്തകത്തിനകത്ത് എങ്ങനെയാണോ വായിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓർത്ത് എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴെന്താണ്, അപ്പോൾ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തല തിരിച്ച് ഒന്ന് നോക്കിയിട്ട് പിന്നെയും കാർ ഓടിക്കുന്നതിനിടയിലേക്ക് ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച ആ വാക്യം തെറ്റുകൂടാതെ പറഞ്ഞു. എന്താണ് സംഭവിച്ചത്? ഇവര് വണ്ടിയുടെ പുറകിൽ ഇരുന്നല്ലേ ഈ സംസാരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അദ്ദേഹത്തിന് ആ ഒരു കൊട്ടേഷൻസ്, ആ ക്യാൻറ്റീൻ്റെ ആ ഒരു കൊട്ടേഷൻസ് കറക്റ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. അപ്പോഴെന്താണ്, അപ്പോൾ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തല തിരിച്ചൊന്ന് നോക്കി, പുറകെ തിരിക്കേണ്ടി വരാൻ തല തിരിച്ചൊന്ന് നോക്കിയിട്ട് എന്ത് ചെയ്തു, ഒന്ന് നോക്കിയിട്ട് പിന്നെയും കാർ ഓടിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം വീണ്ടും കാർ ഓടിച്ചു പോവുകയാണ്. അങ്ങനെ കാർ ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് എന്ത് ചെയ്ത്, ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം, ഞാൻ പറയാൻ ശ്രമിച്ച ആ ഒരു വാക്യം, ആ ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം തെറ്റുകൂടാതെ പറഞ്ഞു. കണ്ടോ, ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിച്ച ഒരു വാക്യം ആ ടാക്സി ഡ്രൈവർ തെറ്റുകൂടാതെ പറഞ്ഞു. ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമ്മാനുവൽ കാന്റിന്റെ പുസ്തകത്തിൽ നിന്നും സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. അപ്പോഴെന്താണ്, ഒരു ടാക്സി ഡ്രൈവറാണ്, ഒരു ടാക്സി ഡ്രൈവർ അല്ലേ, ജീവിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കുന്ന ഒരാൾ. ആ ഒരു ടാക്സി ഡ്രൈവർ എന്താണ്, ആ ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമ്മാനുവൽ കാന്റിന്റെ പുസ്തകത്തിൽ നിന്നും സമുചിതമായ ഒരു ഉദ്ധരണി, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഉദ്ധരണി, ഉദ്ധരണി നമ്മൾ കോട്ട്സ് എന്ന് പറയുന്ന ഉദ്ധരണി, ആ ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അതിശയമായിട്ട്, ദൈവമേ ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാമോ എന്നുള്ളൊരു ചിന്ത അങ്ങനെയായിപ്പോയി. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. ടാക്സി റോഡരികിൽ ചേർത്ത് നിർത്തിച്ചിട്ട് ഞാൻ കൂടി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് സ്ഥലം പിടിച്ചു. അപ്പോഴെന്താണ്, അത് കേട്ട് അന്തം വിട്ടുന്നപ്പോഴത്തേന് ഇദ്ദേഹം പെട്ടെന്ന് റോഡിന്റെ സൈഡിലേക്ക് വണ്ടി ഒതുക്കി നിർത്തിച്ചു. ടാക്സി റോഡരികിൽ ചേർത്ത് നിർത്തിയിട്ട് ഞാൻ കൂടി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് സ്ഥാനം പിടിച്ചു. ആ ഡ്രൈവറുടെ അടുത്ത് നിന്ന് ഫ്രണ്ട് സീറ്റിൽ സ്ഥാനം പിടിച്ചു. അയാൾ വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നറിയാൻ എനിക്ക് കൗതുകമായി. എന്തായിരുന്നു ആ പോയി അടുത്തിരുന്നതിന്റെ ഉദ്ദേശം? അദ്ദേഹം വെസ്റ്റേൺ ഫിലോസഫി, അത് നമ്മുടെ ഇന്ത്യയിലുള്ളതല്ല, വിദേശിയല്ല, അദ്ദേഹം ജർമ്മൻകാരന്റെ ഫിലോസഫിയല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പോഴെന്താണ്, ആ ഒരു വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നറിയാൻ എനിക്ക് കൗതുകമായി. ആ ഒരു വെസ്റ്റേൺ ഫിലോസഫി അദ്ദേഹം എങ്ങനെയാണ് പഠിച്ചത് എന്നറിയാൻ എനിക്ക് കൗതുകമായി. സോറി. ഓക്കെ മക്കളെ, എങ്ങനെ പഠിച്ചു എന്നറിയാൻ എനിക്ക് കൗതുകമായി. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടാക്സി ഡ്രൈവർ അഭിജ്ഞാതനായ ഒരു സുന്ദര പുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്താണ്, ആ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടിയുടെ അടുത്ത് ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്, അവർ ആദ്യമേ ബാക്കിൽ നിന്നപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ, ഒരു ശബ്ദാർത്ഥിയാണെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. അപ്പോഴെന്താണ്, അദ്ദേഹം ആ അടുത്ത് ചെന്നിരുന്ന് എന്താണ് അറിയാനുള്ളത്, വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നറിയാനായിരുന്നു അദ്ദേഹത്തിന് കൗതുകം. നമ്മുടെ നിത്യ ചൈതന്യം എനിക്ക് കൗതുകം, ഇദ്ദേഹം ഈ വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നതായിരുന്നു, അതെന്നറിയാനായിരുന്നു അദ്ദേഹത്തിന് കൗതുകമുണ്ടായിരുന്നു. അങ്ങനെ ചെന്ന് അടുത്തിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടാക്സി ഡ്രൈവർ അഭിജാതനായ, എന്താണ്, നല്ലൊരു കുലത്തിൽ പിറന്ന അഭിജാതനായ ഒരു സുന്ദര പുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാണാനൊക്കെ വളരെ സുന്ദരനായിട്ടുള്ള ഒരു പുരുഷനാണെന്ന് അപ്പോഴാണ് നമ്മുടെ നിത്യ ചൈതന്യ രീതി അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങിയത്. അയാൾ ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായി എടുത്ത് MA-ക്ക് പഠിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനം ഉണ്ടായത്. എന്താണ്, അദ്ദേഹത്തിൻ്റെ കഥ പറയണം. നമ്മളുടെ ആ ഒരു ടാക്സി ഡ്രൈവർ, ആ ഒരു സർദാർജി അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, അദ്ദേഹം ലാഹോറാണ് നമ്മുടെ പാകിസ്ഥാൻ പ്രദേശമാണ് ഇപ്പോൾ. അപ്പോൾ ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായി എടുത്ത് MA-ക്ക് പഠിച്ചിരുന്നപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം MA-ക്ക് പഠിച്ചിരുന്നപ്പോൾ എവിടെയാണ് പഠിച്ചിരുന്നത്? ലാഹോറിലാണ്. ആ പഠിച്ചിരുന്ന സമയത്താണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനം ഉണ്ടായത്. ഒരു വലിയ ധനികനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു. അദ്ദേഹം വളരെ സാമ്പത്തികമുള്ള ഒരാളായിരുന്നു, വളരെ ധനികനായിരുന്നു. ആ ധനികനായിരുന്ന അദ്ദേഹത്തിൻ്റെ
ഇന്ത്യ മഹാരാജ്യത്തിന് വിഭജനവും ഉണ്ടായി. പിന്നെന്താണ്, ഒരു വലിയ ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ അച്ഛനും സഹോദരനും വധിക്കപ്പെട്ടു. അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തി. അപ്പോഴെന്താണ്, പിന്നെ അച്ഛനും സഹോദരനും മരിച്ചു. പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴെന്താണ്, അവര് ജീവരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി ഇന്ത്യയിലെത്തി. വന്നു ചേർന്നത് ബോംബെയിലാണ്. അദ്ദേഹം അവിടെ എത്തപ്പെട്ടത് എവിടാണ്? ബോംബെയിലാണ്. അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതിനായി 2 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൈവശം ജീവിത ഭദ്രത ലഭിക്കുന്നതിനായിട്ട് 2 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ജീവിത ഭദ്രത നൽകുന്നതിനായി 2 അനുഗ്രഹങ്ങളാണ് മക്കളെ കേട്ടോ. അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സും. എന്താണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്? 2 അനുഗ്രഹങ്ങൾ. അദ്ദേഹത്തിന് കിട്ടിയ 2 അനുഗ്രഹങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? ബലിഷ്ഠമായ കൈകളും പിന്നെന്താണ്? പതറാത്ത മനസ്സും. എന്ത് ചെയ്യാനുള്ള ഒരു ചങ്കറപ്പുണ്ടായിരുന്നു. എന്താണ്? ജീവിച്ചേ പറ്റുള്ളൂ. ആരുണ്ട്? അമ്മയും മകനും മാത്രമേ ഉള്ളൂ. എന്താണ്? നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന അച്ഛനും സഹോദരനും കൊല്ലപ്പെട്ടു. അപ്പോൾ പിന്നെ മറ്റുള്ളവർ 2 പേരും എങ്ങനെയാണ്? ജീവരക്ഷാർത്ഥം അവർ ഓടി ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ എവിടെയാണ് അവരെത്തപ്പെട്ടത്? അവർ ബോംബെയിലാണ് എത്തപ്പെട്ടത്. അങ്ങനെ എത്തിയതിനു ശേഷം എന്താണ്, അദ്ദേഹത്തിന്റെ കൈവശം എന്താണ് ഉണ്ടായിരുന്നത്? ബലിഷ്ഠമായിട്ടുള്ള കൈകൾ, ജോലി ചെയ്യാൻ സന്നദ്ധമായിട്ടിരുന്ന ബലിഷ്ഠമായിട്ടുള്ള കൈകളും പിന്നെന്താണ്? പതറാത്ത മനസ്സ് പതറിപ്പോകാത്ത മനസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ബോംബെയിലെത്തി കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ടാക്സി ഡ്രൈവർ ആവാൻ കഴിഞ്ഞു. എന്താണ്? അദ്ദേഹം അമ്മയും കൂടി ബോംബെയിൽ എത്തപ്പെട്ടില്ലേ? അപ്പോഴെന്താണ്, ബോംബെയിലെത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ടാക്സി ഡ്രൈവർ ആവാൻ കഴിഞ്ഞു. പിന്നത്തെ 10 വർഷത്തിനിടയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി. എന്നിട്ട് എന്താണ്, ഒത്തിരി വർഷമായിരിക്കും നാട്ടിൽ വന്നിട്ട്, നാട്ടിലല്ല ബോംബെയിലെത്തിയിട്ട്. പിന്നെന്താണ്, ആ ഒരു ടാക്സി ഡ്രൈവറായി കഴിഞ്ഞു. പിന്നത്തെ 10 വർഷത്തിനിടയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി. അവർ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ചു. സ്വന്തമായി 3-4 ടാക്സികൾ ഉണ്ടാക്കി കേട്ടോ. വീണ്ടും എന്താണ്, സ്വന്തമായിട്ട് 3-4 ടാക്സികൾ ഉണ്ടാക്കി. അദ്ദേഹവും അമ്മയും കൂടി താമസിക്കുകയാണ്. അപ്പോഴെന്താണ്, അദ്ദേഹവും അമ്മയും കൂടിയാണ് താമസിക്കുന്നത്. നല്ലൊരു സാമ്പത്തിക അന്തരീക്ഷത്തിൽ നിന്നും കടന്നു വന്നവരാണ്. പക്ഷെ ഇവിടെ വന്ന് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് ബലിഷ്ഠമായിട്ടുള്ള കൈയും പതറാത്ത മനസ്സുമായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവർ ആവുകയും പിന്നെന്ത് ചെയ്തു? അദ്ദേഹം ടാക്സി ഡ്രൈവർ ആവുകയും പിന്നീട് 10 വർഷത്തിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങുകയും 3-4 ടാക്സികൾ ഉണ്ടാക്കുകയും ഉണ്ടായി അദ്ദേഹത്തിന്. അദ്ദേഹവും അമ്മയും കൂടി താമസിക്കുകയാണ്. ഞാൻ എൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഥ അങ്ങോട്ട് പറഞ്ഞു. ഏതാണ്ട് സമപ്രായക്കാരായ ഞങ്ങൾക്ക് അന്യോന്യം ആദരവ് കലർന്ന ഒരു സ്നേഹമാണ് അന്ന് തോന്നിയിരുന്നത്. ഇപ്പോഴെന്താണ്, ഏകദേശം നമ്മുടെ ചൈതന്യ രീതിയിൽ അതേ പ്രായത്തിലുള്ള ആളായിരുന്നു ആ സബ്ജാർജി. അപ്പോഴെന്താണ്, ആ ഏതാണ്ട് സമപ്രായക്കാരായ ഞങ്ങൾക്ക് അന്യോന്യം ആദരവ് കലർന്ന ഒരു സ്നേഹമാണ് അന്ന് തോന്നിയിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആദരവ് കലർന്ന, ബഹുമാനം കലർന്ന ഒരു സ്നേഹമാണ് തോന്നിയിരുന്നത്. ഒരിക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥം എന്നെ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വിലാസം ഞാൻ കുറിച്ചു കൊടുത്തു. കണ്ടോ, എന്താണ്, ഒരിക്കൽ എന്താണ് അദ്ദേഹം ഇപ്പോൾ അവർ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥശേഖരം എന്നെ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വിലാസം ഞാൻ കുറിച്ചു കൊടുത്തു. അതുകൊണ്ട് ഒരിക്കൽ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, എൻ്റെ വിലാസം, എൻ്റെ അഡ്രസ് ഞാൻ കുറിച്ചു കൊടുത്തു. ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദാമോദരനെയും കൂട്ടിക്കൊണ്ട് ചെന്നു. എന്താണ്, ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവർ അവർ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോഴവിടേക്ക് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദാമോദരനെയും കൂട്ടിക്കൊണ്ട് ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ പേഴ്സ് പോയ കാര്യം ഓർമ്മയിൽ വന്നു. അപ്പോഴെന്താണ്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയ കാര്യം ഓർമ്മയിൽ വന്നുള്ളൂ. അത് സർദാർജിയുടെ കാറിൻ്റെ പിന്നിലത്തെ സീറ്റിൽ ഒരു ചെറിയ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ കാറിൽ യാത്ര ചെയ്തല്ലേ വന്ന ആ ടാക്സി കാറിൽ, സർദാർജിയുടെ കാറിനകത്ത്. അപ്പോഴാ കാറിൻ്റെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആ കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ ഒരു ചെറിയ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ, പുറകിലത്തെ സീറ്റിൽ ഒരു ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിലാണ് ആ പേഴ്സ്
അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നത്. അയാൾക്ക് എൻ്റെ വിലാസം കൊടുത്തിരുന്നെങ്കിലും അസാധാരണനായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. അപ്പോഴെന്താണ്, എൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് കൊടുത്തു, പക്ഷെ പകരം തിരിച്ച് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് വാങ്ങിച്ചോ? തിരിച്ച് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഇങ്ങോട്ട് വാങ്ങിച്ചില്ല. ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. എന്നാൽ തത്വചിന്തയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആ നല്ല മനുഷ്യൻ എൻ്റെ പേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. എന്താണ്, തത്വചിന്തയെ അത്രയധികം സ്നേഹിക്കുന്ന ആ നല്ല മനുഷ്യൻ, ആ മനുഷ്യൻ എൻ്റെ പേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി 8 മണിയോടെ അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് പേഴ്സ് തിരികെ തന്നു. അപ്പോഴെന്താണ്, അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ രാത്രി 8 മണിയായപ്പോഴേക്കും നമ്മുടെ സർദാർജി നമ്മുടെ ടി ചൈതന്യയുടെ ഫ്ലാറ്റിൽ ചെന്ന് ആ പേഴ്സ് തിരികെ കൊടുത്തു. അന്ന് രാത്രിയിൽ എൻ്റെയും കൂട്ടി കൊളാംബയിൽ സർദാർജി താമസിക്കുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോയി. എന്താണ്, അന്ന് രാത്രി തന്നെ നമ്മുടെ ടി ചൈതന്യയെയും കൂട്ടി കൊളാബിയയിൽ, അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കൊളാബിയയിൽ, സർദാർജി താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ കൊണ്ടുപോയി. എന്നെ ഊണിന് കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ വിഭവസമൃദ്ധമായ അത്താഴം ശരിയാക്കി വച്ചിരുന്നു. അപ്പോഴെന്താണ്, ആ പേഴ്സ് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോകുമല്ലോ, അപ്പോൾ തിരിച്ച് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് വരുമെന്നുള്ളത് കൊണ്ട് എന്താണ്, വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരം അമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു. ഊണിന് ചെല്ലുമെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ വിഭവസമൃദ്ധമായ അത്താഴം ശരിയാക്കി വെച്ചിരുന്നു. ഞാൻ ബോംബെ വിടുന്നത് വരെ കർത്താർ സിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ എൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോഴാണ് പറയുന്നത്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേര്? കർത്താർ സിംഗ്. ഓക്കെ, കർത്താർ സിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ എൻ്റെ ഉത്തമ സുഹൃത്തായി. കർത്താർ സിംഗ് എന്തുകൊണ്ടാണ് മറ്റു ഉദ്യോഗങ്ങൾക്കൊന്നും പോകാതിരുന്നതെന്നും വിവാഹിതരാകാതിരിക്കുന്നതെന്നും ഞാൻ ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി ആ സ്നേഹശാലി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ്, അദ്ദേഹം വേറൊരു ജോലിക്ക് പോകുന്നില്ല, വിവാഹമൊന്നും കഴിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ എന്താണ്, നനഞ്ഞ കണ്ണുകളോടുകൂടി ആ സ്നേഹശാലി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. വിഭജന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് എനിക്ക് എൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു. ദൈവം എനിക്ക് നൽകിയത് എൻ്റെ അമ്മയെ ഒട്ടും ചഞ്ചലപ്പെടുത്താതിരിക്കുന്ന എൻ്റെ മനസ്സ് മാത്രമാണ്. എന്താണ് പിന്നീട് എനിക്ക് എന്താണ് കിട്ടിയത്? എൻ്റെ അമ്മയെയും ഒട്ടും ചഞ്ചലപ്പെടുത്താതിരുന്ന എൻ്റെ മനസ്സ് മാത്രമാണ്. എൻ്റെ അമ്മയെയാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒട്ടും ചേഞ്ച് ആവാതിരിക്കും. ചഞ്ചലപ്പെടുത്തുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കത്തില്ലേ, ചഞ്ചലപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വ്യതിചലിക്കാതിരിക്കുന്ന എൻ്റെ മനസ്സും മാത്രമാണ്. അത് മാത്രമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മനസ്സിൻ്റെ ദാർഢ്യം തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ ഒരു ദാർഢ്യം എന്താണ്? ആ ഒരു തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണ്. വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ്. എന്താണ്, എനിക്ക് വീണ്ടും ഒന്നുമില്ലാതെ ഇവിടെ ബോംബെയിൽ വന്നതല്ലേ, അപ്പോൾ ഇവിടുന്ന് വീണ്ടും ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം അത്രയും എനിക്ക് ജീവൻ തന്ന അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവറായി ജീവിക്കും. അതുകൊണ്ടാണ് എനിക്ക് ജീവിക്കാനുള്ളൊരു അവസരം തന്ന ഈ ടാക്സി ഓടിക്കുന്ന തൊഴിലാണ്. അതുകൊണ്ട് എന്താണ്, എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവറായി ജീവിക്കും. അപ്പോഴെനിക്ക് അമ്മയുണ്ട്, അമ്മയെ സംരക്ഷിക്കാനുള്ളൊരു മനസ്സുമാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടാക്സി ഡ്രൈവറായിട്ട് തന്നെ ജീവിക്കും. എനിക്കിപ്പോഴും പഞ്ചാബ് സിംഗ് സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപം ചിന്താസുന്ദരമായ മുഖത്തോടെ കണ്ണിൽ ആഴത്തിൽ ദുഃഖം തളംകെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും സൗമ്യനായി പുഞ്ചിരിക്കുന്ന സംസാരിക്കുന്ന കർത്താർ സിംഗിനെയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹത്തിന് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഒരു ടാക്സി ഡ്രൈവറായിട്ട് തന്നെ ജീവിക്കുമെന്ന്. അപ്പോഴെന്താണ് ഇദ്ദേഹത്തിന് നമ്മുടെ നിത്യചൈതന്യം എനിക്കിപ്പോഴും പഞ്ചാബ് സിംഗ് സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ, ഇദ്ദേഹം പഞ്ചാബി ആയിരുന്നല്ലോ സർദാർ. അപ്പോഴെന്താണ് ആ ഒരു പഞ്ചാബി സിംഗ് സുഹൃത്തുക്കളെ പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപം ചിന്താസുന്ദരമായ മുഖത്തോടെ കണ്ണിൽ ആഴത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും സൗമ്യനായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന കർത്താർ സിംഗിനാണ്. എന്താണ് കർത്താർ സിംഗിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ?
ചിന്താസുന്ദരമായ മുഖം, ഒരുപാട് ചിന്തിപ്പിക്കാൻ വളരെ സുന്ദരമായിട്ട് തോന്നുന്ന ആ ഒരു മുഖം, ആ മുഖത്തോടെ കണ്ണിന്റെ ആഴത്തിൽ ദുഃഖം തളം കൊട്ടി നിൽപ്പണം. കണ്ണിനകത്ത് പുറമേ നോക്കിയിട്ട് കാര്യമില്ല, കണ്ണിന്റെ ആഴങ്ങളിലേക്ക് നോക്കണം. ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്താണ്, ദുഃഖം തളം കെട്ടി നിൽപ്പുണ്ടെങ്കിലും സൗമ്യനായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന കർത്താസിംഗിനാണ്. ഒരുപാട് വിഷമങ്ങളും അവസ്ഥകളും എല്ലാം ഉണ്ടായിട്ടും എന്താണ്, സൗമ്യനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കർത്താസിംഗിനെയാണ്. ആ ഒരു പഞ്ചാബി സിഖ് സുഹൃത്തുക്കളെ പറ്റിയെല്ലാം ഓർമ്മ വരുമ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം ഓർക്കുന്നത് ആരെയാണ്? അദ്ദേഹത്തിൻ്റെ ഈ പഞ്ചാബി സുഹൃത്തിനെയാണ് അദ്ദേഹം ഓർക്കുന്നത്. ഓക്കെ മക്കളെ, നല്ലൊരു പാഠമല്ലേ? നമുക്ക് ഈ 2 ടാക്സിക്കാരനും ആ നിത്യചൈതന്യത്തിൽ നിന്നൊക്കെ പേര് കേട്ടപ്പോഴുള്ള ആ ഒരു അതുപോലൊന്നുമല്ല, നല്ല മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം അല്ലേ? നല്ലൊരു കർത്താസിംഗ് ആണെങ്കിലും കൊള്ളാം, ഫിലോസഫി PhD കൂടെ ഉള്ള വിദ്യാർത്ഥിയാണെങ്കിലും എല്ലാവരും വളരെ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഇല്ലേ? ഇദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ്, ഹൃദയത്തിൽ തട്ടി വായിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ്, ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്നത് പോലെ വായിക്കണം, ഹൃദയം കൊണ്ട് ഹൃദയത്തെ തൊടുന്നത് പോലെ വായിക്കണം. അദ്ദേഹത്തിൻ്റെ എഴുതുന്ന രീതി വായിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് വന്ന് സ്പർശിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം. ഓക്കെ, അപ്പോഴെല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക. നോട്ടൊക്കെ നല്ല നീറ്റായിട്ട് എഴുതി പഠിക്കണം. എഴുതി വെച്ചാൽ മാത്രം പോലെ എഴുതി പഠിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചിൽഡ്രൻ, ബൈ.